കേരളത്തിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. മൂന്നാറിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തുന്നത്. സൈലൻറ്റ് വാലി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. മൂന്നാർ ഗുഡാർവിള റോഡിലൂടെ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തുന്നത്. ഗുഡാർവിള പിന്നിട്ടിട്ട് ഏകദേശം 5-6 കിലോമീറ്റർ കഴിയുമ്പോഴാണ് സൈലൻറ്റ് വാലിയിൽ എത്തുന്നത്. സാധാരണ നമ്മൾ മൂന്നാറിൽ കാണുന്ന കാഴ്ചകളല്ല ഇവിടെ ഉള്ളത്. സാധാരണ മൂന്നാറിൽ നമ്മൾ കാണുന്ന തേയിലത്തോട്ടങ്ങൾ, ഗ്രാൻഡീസ് മരങ്ങൾ, അതുപോലെ തന്നെ താഴ്വാരങ്ങളിലെ ഷോലക്കാടുകൾ, ഇതൊക്കെയാണ് സാധാരണയായി മൂന്നാറിൽ കാണുന്നത്. എന്നാലിത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സാധാരണ കുന്നിൻ്റെ ചെരുവിലൊക്കെ ചെറിയ ചെറിയ പുൽമേടുകളുണ്ട് എങ്കിൽ നമ്മൾ സൈലൻറ്റ് വാലിയിൽ ചെന്നെത്തുമ്പോൾ അതിശയിച്ചു പോകും. വിശാലമായ പുൽമേടുകളിൽ നിന്ന് മേയുന്ന അനേകം പശുക്കൾ. അതിൻ്റെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ചെവിയിലെത്തുന്നത് പശുക്കളുടെ ഈ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന മണികളുടെ കൂട്ടമണിയുടെ ആ ഒരു സംഗീതമാണ്. അത് ഒരുപക്ഷെ നമ്മുടെ ക്യാമറയ്ക്കോ നമ്മുടെ മനസ്സിനോ ഒപ്പിയെടുക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് അവിടുത്തെ ആ പ്രകൃതി രമണീയമായ കാഴ്ച. നമ്മളവിടുത്തെ കന്നുകാലി വളർത്തുന്ന കർഷകരോട് നമ്മളവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ തിരക്കി. അപ്പോൾ അവർ ആ വിശദമായി നമ്മളത് ആ വിഷയം തന്നെ സംസാരിക്കും പശുവിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ തന്നെയാണ് അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അല്ലേ? അതിന് അസുഖം വന്നാൽ കുത്തിവയ്ക്കാനൊക്കെ ഇവിടെ വരും, അവിടെ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ വരൂല അല്ലേ? ഇവിടെ അസുഖം, അപ്പോൾ ഇതങ്ങ് കൊണ്ടുപോകാൻ വലിയ പാടല്ലേ? ട്രാക്ടർ വരും, ട്രാക്ടറിൽ കൊണ്ടുപോകും അല്ലേ? ആ, സൈലൻറ്റ് വാലിയിൽ എത്തിച്ചേരണമെങ്കിൽ മൂന്നാറിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സോ മറ്റ് പൊതു സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വല്ലപ്പോഴും പോകുന്ന ജീപ്പോ ഓട്ടോറിക്ഷയാണ് ഏക ആശ്രയം. അതും വളരെ നേരം കാത്തു നിന്നാൽ ഒരു ഓട്ടോറിക്ഷയാണെങ്കിൽ 5-6 പേര് ഒന്നിച്ച് കൂടിയാൽ മാത്രമേ അവർ ഓട്ടോറിക്ഷ വിടും. അതുപോലെ ജീപ്പിലൊരു 15 പേരെങ്കിലും മിനിമം വേണം. പക്ഷേ ഇവിടെ ആ സൈലൻറ്റ് വാലിയിൽ റോഡ് അവസാനിച്ചാലും അവിടെ നിന്ന് ഓഫ് റോഡുണ്ട് മീശപ്പുലിമലയിലേക്ക്. അപ്പോൾ ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ തന്നെ അവിടേക്ക് പോകുന്ന ജീപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ജീപ്പിൻ്റെ ഒച്ച വല്ലപ്പോഴും പോകുന്ന ഓട്ടോറിക്ഷയുടെ ശബ്ദം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ തികച്ചും അത് സൈലൻ്റാണ്. ഒരു സൈലൻ്റായിട്ടുള്ളൊരു വാലിയാണ്. ഒരു വളരെ നിശബ്ദത തളം കെട്ടിവെക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു തികച്ചും ഒരു സൈലൻറ്റ് വാലിയാണ്. സാധാരണ ടൂറിസ്റ്റുകളും തന്നെ ഇവിടെ അങ്ങനെ എത്തിയിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരി അങ്ങ് വളരെ ദൂരെ ആ പുൽമേടിൽ നിന്ന് പടം പിടിക്കുന്നത് കണ്ടു. പക്ഷേ ഇത് ഇങ്ങനെ ടൂറിസ്റ്റുകൾ അധികം വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ തികച്ചും മാലിന്യ വിമുക്തമായ ഒരു ശുദ്ധമായ ഒരു പ്രദേശം ആണ്. മനുഷ്യരുടെ നാഗരികതയുടെ മാലിന്യങ്ങൾ എത്തിച്ചേരാത്ത ഒരു സ്ഥലമാണ്. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് ആ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോയത്. ചെറിയ ചെറിയ ഇടങ്ങളെങ്കിലും നാഗരികതയുടെ അഴുക്ക് ചാലിൽ പെടാതെ നിലനിൽക്കുക എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടുത്തെ പുതിയ തലമുറ ഉന്നത വിദ്യാഭ്യാസം നേടി തോട്ടങ്ങൾക്ക് പുറത്താണ് ജോലി ചെയ്യുന്നത്. തോട്ടം മേഖലയിൽ കൂലി ഇന്ന് കേവലം 450 രൂപ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഈ ജോലി വിട്ടു പോവുകയാണ്. പകരം മറ്റ് സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഇറങ്ങുന്നിടത്ത് തന്നെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ പൊറോട്ടയും മാഗിയും ചായയും കടിയും ഒക്കെ തന്നെ കിട്ടും. ചായ അതീവ രുചികരമായ ചായയാണ്. മൂന്നാറിൻ്റെ എല്ലാ സുഗന്ധവും ഉൾക്കൊള്ളുന്ന ചായയാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇവിടെ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന. ഈ സൈലൻറ്റ് വാലി പ്രദേശത്ത് ഈ ഒരു ലോവർ പ്രൈമറി സ്കൂള് ടാറ്റ കമ്പനി വക സ്കൂളാണിത്. ഇവിടുന്ന് 3 കിലോമീറ്റർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡാർവിള ഹൈസ്കൂളുണ്ട്, ഗവൺമെൻറ് ഹൈസ്കൂൾ.
പിന്നെ അടുത്ത് ഇത് ഹൈസ്കൂളാണല്ലേ? അവിടെ ഹയർ സെക്കൻഡറി ഇല്ല. അതൊക്കെ ഹയർ സെക്കൻഡറിക്ക് പോകണമെങ്കിൽ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്. പിന്നെ ആ. അവിടുന്ന് വീണ്ടും 6 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ദേവികുളത്ത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആശുപത്രി സൗകര്യം എന്താണ്? ഞാൻ സൈലന്റ് വാലിയിൽ ആശുപത്രി ഇല്ല. ഇവിടുന്ന് 21 കിലോമീറ്റർ ദൂരെ മൂന്നാറിൽ ടാറ്റയുടെ വക ഹോസ്പിറ്റലുണ്ട്. അവിടെ അവിടെ പോയാലേ ഉള്ളൂ.